നല്ലതുപോലെ മലയാളികൾ ഡബ് ചെയ്ത് അതിനെ കുഴപ്പത്തിലാക്കി എന്നുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആരായാലും ഞാനോ ലാലേട്ടൻ ഫാനാണ്, പക്ഷേ ലാലേട്ടൻ നിരാശപ്പെടുത്തി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്കും ഇഷ്ടപ്പെടുന്ന നല്ല മൂവി. ഈ പടം ഇവിടുത്തെ ഓഡിയൻസിന് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലവർക്കൊന്നും ഈ പടം പോകില്ല. നല്ല പടമൊന്നും ഈ ഓഡിയൻസിന് പറ്റൂല. ഒന്നാമത്തെ കാര്യം നല്ലായിരുന്നു. എല്ലാം 3D എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ പോപ്പിംഗ് ആണോ പോലെ ആയിരുന്നു. കൊള്ളായിരുന്നു. പക്ഷേ കൊള്ളാം. ബറോസ്വഭ കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. 3D എഫക്ട്സ് ഒക്കെ കൊള്ളാം. വെരി നൈസ്. കൊള്ളാം കൊള്ളാം. നല്ല പിടി, നല്ല പടം. നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല മൂവി ആയിരുന്നു. 3D ഒക്കെ സൂപ്പർ ആയിരുന്നു. നല്ലതായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്കും ഇഷ്ടപ്പെടുന്ന നല്ല മൂവി. കൊള്ളായിരുന്നു. നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ബറോസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള അടിപൊളി സിനിമയാണ്. സിനിമ ലാഗാണ് ബ്രോ. നല്ല മൂവി. കൊള്ളാം. കുട്ടികൾക്ക് നല്ല 3D എഫക്റ്റ് ഒക്കെ ഉണ്ട്. നല്ല സിനിമ. കൊള്ളാം. നല്ല സിനിമയാണ്. 3D ഒക്കെ നല്ല ടെക്നിക്കലി നല്ല ടോപ്പ് നോച്ച് കേട്ടാ തോന്നിയ നല്ല ഡയറക്ഷനാണ്. കൊള്ളാം. കഥയും കൊള്ളാം. എൻഗേജിങ് ആണ്. ഒരു നല്ല പടമാണ്. കിടിലൻ പടമാണ്. നല്ല പടമാണ് കേട്ടോ. ഇപ്പം ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ മോഹൻലാൽ ലാലേട്ടൻ ഓരോരോ ഫ്രെയിംസും എല്ലാം എന്തുകൊണ്ടും നല്ലൊരു പടമായിരുന്നു. പിന്നെ ഈ പടം ഇവിടുത്തെ ഓഡിയൻസിന് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം ഈ സിനിമ ഇപ്പം ഇംഗ്ലീഷ് ഡബ് ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഓഡിയൻസിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നതിന് ഒരു നല്ല സിനിമയായിരുന്നു. നല്ല VFX, നല്ല 3D ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഇത് കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മളെ കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആസ് എ ഡയറക്ടർ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. CG, നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണല്ലോ. പിന്നെ അനിമേറ്റഡ് ക്യാരക്ടേഴ്സ്, അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷേ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറേ കൂടി എക്സ്പെക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു ഇസബെല്ല എന്ന് പറയുന്ന ചെറിയൊരു കുട്ടിയും ലാലേട്ടനുമാണ്. അപ്പോൾ ആ കുട്ടി എനിക്ക് തോന്നുന്നു പുതിയ കുട്ടി ആയതുകൊണ്ടാവാം. ബിക്കോസ് ആക്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങളിൽ കുറേ കുഴപ്പങ്ങളുണ്ട്. കുഴപ്പങ്ങൾ മീൻസ് പടം മൊത്തത്തിൽ ടോട്ടാലിറ്റി 100 കോടിയുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്രയും ഒരു മേക്കിങ്ങിനെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ കുറേ പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ മീൻസ് അല്ലാതുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് തോന്നി. അത് മലയാളത്തിൽ നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കും ഡബ്ബിങ്ങിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തോന്നി. ശ്വേതാ മേനോൻ ക്യാരക്ടറിലില്ല. ഇപ്പോൾ മലയാളികൾ ആരും തന്നെ അധികം പേരില്ല. ആന്റണി പെരുമ്പാവൂർ ഒഴിച്ചാലും മലയാളികൾ അതിനകത്ത് വന്നു പോകുന്നില്ല. അപ്പോൾ ശ്വേതാ മേനോൻ്റെ ഒരു സൗണ്ട് അതിനകത്ത്, അപ്പോൾ ആൻറ്റി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ആളാണ് ഓഡിയോ കൊടുത്തിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരുന്നേനെ. അതേപോലെ തന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു വശം എന്ന് പറയുന്നത് അതിനകത്ത് ദുർമന്ത്രവാദിനി ഉണ്ടല്ലോ, നമ്മളെ യോദ്ധയിലൊക്കെ ദുർമന്ത്രവാദിനി, അവരുടെ വോയിസാണ് അവരുടെ ആ ഒരു ആക്ടിങ്ങിനെ പവർഫുൾ ആക്കുന്നത്. അപ്പോൾ ഇതൊരു പവർഫുൾ ക്യാരക്ടറായിരുന്നു ആ ലേഡി ചെയ്തത്. പക്ഷേ അതിനെ മലയാളികൾ ഡബ് ചെയ്ത് അതിനെ കുഴപ്പത്തിലാക്കി എന്നുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആരായാലും ക്ഷമിക്കുക, പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതിനെ ഡബ് ചെയ്ത് കൊളവാക്കി എന്നാണ് തോന്നുന്നത്. കാരണം ആ പവർഫുൾ സാധനം നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, ഓഡിയൻസിന് കിട്ടുന്നില്ല. പിന്നെ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്, ആർട്ട്, കോസ്റ്റ്യൂം അതെല്ലാം അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ആസ് യൂഷ്വൽ അറിയാമല്ലോ, പിന്നെ ഒന്നും പറയാനില്ല, അദ്ദേഹം നന്നായിട്ട് ചെയ്തു. പക്ഷേ ഇത് നമ്മളൊരു ക്രിസ്മസ് ഫീസ്റ്റ് എന്ന് പറഞ്ഞ് കാണുമ്പോൾ ക്രിസ്മസിന് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ഒരു സിനിമ പ്രതീക്ഷിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം അവർക്ക് അത് കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. എന്നെ സംതൃപ്തിപ്പെടുത്തിയില്ല എന്ന് പറയാൻ പറ്റും. കാരണം ലാലേട്ടൻ ആസ് എ ഡയറക്ടർ നമ്മൾ ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ മൂവി ഡയറക്ഷൻ സൈഡൊക്കെ നമുക്കെന്തായാലും അതിൻ്റെ 4-1 ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഫിനാൻസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് കുറേ കൂടി ബെറ്റർ ഒരു സിനിമ ചൂസ് ചെയ്യായിരുന്നു ഇതുപോലെ ഒരു ക്രിസ്മസ് അവസരത്തിലെന്ന് വിചാരിക്കുന്നു. അത് ഒരു വിഷമമായി തോന്നി എനിക്ക്. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ബറോസ് എന്നുള്ള. പിന്നെ ഇതൊരു നോവലിൻ്റെ ഒരു ക്രിയേഷനാണല്ലോ, ജിജി പുന്നൂസ് എന്ന് പറയുന്ന ഒരാളുടെ നോവലാണ്. അപ്പോൾ നോവലിലൊരു ക്യാരക്ടർ സിനിമയാവും, അത് അനിമേറ്റഡ് പിക്ചറായിട്ട് ഒരു ഫാൻറ്റസി വേൾഡ് ആണല്ലോ സിനിമ എന്ന് പറയുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. അത് അവരോട് ചോദിച്ചു, അവർക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നു, കൺവേ ആവുന്നു എന്നുള്ളതും ഒരു വിഷയമാണ്. സെക്കൻഡ് ഹാഫിൽ നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, അതിലെനിക്ക് തോന്നുന്നത് പോർച്ചുഗീസോ അല്ലെങ്കിൽ ഫോക്കായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സബ് ടൈറ്റിൽ വരുന്നത് ഇംഗ്ലീഷാണ്. ഇവിടെ നമ്മൾ കാണുന്നത് മലയാളികളാണ്. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും. സാധാരണ ഓഡിയൻറ്റിന് അത് വന്നിട്ട് അവർക്ക് ആ ഓഡിയൻസിന് അത് അവർക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ അവിടെ എന്താണ് സംസാരിച്ചതെന്നുള്ളത് കുട്ടികൾക്കോ വലിയവർക്കോ മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി. ഇംഗ്ലീഷിൽ കാണിക്കുമ്പോഴും പോർച്ചുഗീസിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. പക്ഷേ അത് മലയാളത്തിലും കൂടെ സബ് ടൈറ്റിൽ പോയിരുന്നേ കുറേ ഭാഗങ്ങൾ വേറെ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെയോ എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വന്നു പോയി എന്നല്ലാതെ ലാലേട്ടനിൽ നിന്ന് ഒരുപാട് നല്ല സിനിമ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇനി കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാനോ ലാലേട്ടൻ ഫാനാണ്, പക്ഷേ ലാലേട്ടൻ നിരാശപ്പെടുത്തി. ഹോളിവുഡ് ലെവൽ സാധനം. മോഹൻലാൽ ആസ് എ ഡയറക്ടർ പൊളി.
ചിലവർക്കൊന്നും ഈ പടം പോകില്ല. നല്ല പടമൊന്നും ഈ ഓഡിയൻസിന് പറ്റൂല ഒന്നാമത്തെ കാര്യം. പൊളിപ്പടം എന്ന് വെച്ചാൽ കിടിലം പടം, ഒന്നും പറയാനില്ല. നൈസ് എന്ന് പറഞ്ഞാൽ നൈസ് ഹോളിവുഡ് ലെവൽ സാധനമാണ്.